ഹേ ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കുറേ നാളായി ഒരു സിനിമക്ക് പോയിട്ട് അപ്പം നമ്മൾ ഇന്നൊരു സിനിമക്ക് പോവാണ് ഗൈസ്. അപ്പം ഞാൻ മാത്രമല്ല ഉള്ളത്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പം നമ്മൾ അവരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഏതാ സിനിമ എന്നല്ലേ? അതെ ഗൈസ്, ബദ്ലഹേം കുടുംബ യൂണിറ്റ്. ആരെ പടാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗൈസ് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു, എന്തായാലും ഈ ഒരു സിനിമ നീ തിയേറ്ററിൽ പോയിട്ട് കാണണം, ഇതെന്തായാലും മിസ് ചെയ്യരുത്. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ എങ്ങനെയാണെന്നറിയില്ല, നീ എങ്ങനെ വേണമെങ്കിൽ പോയിട്ട് കാണുക, പക്ഷെ നീ എന്തായാലും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്ത് OTT കാണരുത്. കാരണം അവനങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട്. ഞാൻ പല സിനിമകളും ഞാൻ തിയേറ്റർ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ OTT വരുമ്പോഴാണ് കാണാറ്. സിനിമയ്ക്ക് നമുക്ക് OTT കാണണ്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അപ്പം നമുക്ക് എന്തായാലും നേരെ തിയേറ്ററിലേക്ക് പോവാം. ഗൈസ് നമ്മൾ മൂവിക്ക് ഇറങ്ങിയതാണ്, പക്ഷെ പണി കിട്ടി. നമ്മൾ ഇത്ര നേരം വന്നുകൊണ്ടിരുന്ന ബൈക്കിനാണ്, ബൈക്ക് പഞ്ചറായി ഗൈസ്. സോ 10:15 സിനിമയാണ്. നമ്മൾ വേഗത്തെന്ന് വിചാരിച്ചാണ്, ഇപ്പം 10:30 നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് പോവുക. ഹെൽമെറ്റും കാര്യങ്ങളും ഇതെവിടെ ഉണ്ട്. കാർത്തിക്കും പ്രണവും അവിടെ എത്തി സിനിമ കാണാൻ ഇരുന്നിട്ടുണ്ട്. അവർ രണ്ടാളും വേറെ സ്കൂട്ടി പോയിട്ട് തന്നെ നമ്മൾ രണ്ടാളും വേറെ ബൈക്കിനാണ് വന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടയർ ഷോപ്പ് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചേട്ടനോട്. അപ്പം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് തിയേറ്ററിലേക്ക് പോവാം. ലേറ്റായി ഗൈസ്. അപ്പോൾ അർച്ചനയാണ് തിയേറ്റർ ഇപ്പം നമ്മൾ കണ്ടോട്ടുണ്ട് അത്ര. പിന്നെ എത്ര സമയം കൊണ്ട് എത്തുമെന്നും പറയാൻ പറ്റില്ല. നമ്മളെ ഫസ്റ്റ് ഹാഫ് എന്തായാലും അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. നെയ്മ്പോളിൻ്റെ സിനിമയായതുകൊണ്ട് തന്നെ അത്രയും ആഗ്രഹിച്ച് കാണാൻ നിന്നൊരു സിനിമയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, നോക്കാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എവിടെയും കടയും തുറന്നിട്ടില്ല ഗൈസ്. നമ്മൾ പെട്ടു എന്ന് വെച്ചാൽ പെട്ടു. നമ്മളിനി സിനിമ കണ്ടിട്ട് എങ്ങനെ ഇത് ശരിയാക്കുന്നത് യാതൊരുവിധ ഐഡിയ ഇല്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുന്നതാണ്. തിയേറ്ററിൽ പോലും എത്തിയിട്ട് 10:30 കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഗൈസ് ഓട്ടോറിക്ഷ ഓടിച്ച് തിയേറ്ററിൽ പോകുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ സിനിമ. നമ്മുടെ ഓടവേ വിട്ടോ തുടങ്ങി ഗൈസ്. നമ്മൾ സ്ക്രീൻ 2-ലെത്തി. One eternity later. അങ്ങനെ നമ്മൾ ടയർ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടയർ ഷോപ്പിൽ വന്നിട്ടല്ലേ. നമ്മൾ ടയറിൻ്റെ ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ കാറ്റില്ലാതെ ഓടിച്ചത്, നമ്മൾ ചെക്ക് ചെയ്തില്ല. വണ്ടി ചെറുങ്ങനെ വൊബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വിചാരിച്ച ഹാൻഡിലിൻ്റെ ആണ്. ഇപ്പോഴത്തേക്ക് ടയറിൻ്റെ ആയിരുന്നു. നമ്മൾ കാര്യമാക്കില്ല. ഇപ്പം പണി കിട്ടി, നല്ല പണിയെന്ന് വെച്ചാൽ ഇതിന് ടയർ മാറ്റാണ്ട് തന്നെ വരും. ഫുള്ള് കയറിയിട്ടുണ്ട്, ഇവിടെയും കയറിയിട്ടുണ്ട്. അതിനാ എടാ ഇവിടെ ഫുള്ളായിനടാ, ഇത് മാറ്റണം എന്തായാലും. ടയർ ഫുള്ള് പോയിനി. നമ്മളെ കെയർ കുറവുകൊണ്ട് മാത്രം, നമ്മളെ മിസ്റ്റേക്കാണ് കംപ്ലീറ്റ്. നമ്മൾ നോക്കിയില്ല, വേറൊന്നും ആയിട്ടില്ല. അവിടെയായിരുന്നു. പിന്നെ താഴെ ഈ സൈഡിൽ ഫുള്ള് ഇവിടെ നമ്മൾ നോക്കിയില്ല. കാറ്റടിച്ചിട്ട്, പക്ഷേ കാറ്റടിക്കാണ്ട് എടുത്തു, അങ്ങനെ ഓടിച്ചു. ഡബിളാ, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. ചേട്ടൻ ഇപ്പോൾ ശരിയാക്കി തരും ഗൈസ്. അപ്പോൾ നമ്മൾ പടം കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. കംപ്ലീറ്റ് നമ്മളെ മിസ്റ്റേക്കാണ്. കാരണം വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ല ബാക്കത്തെ ടയർ. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പം ഒരു ചെക്കനുണ്ടായിരുന്നു അവിടെ. അവനാണ് പറഞ്ഞത് ബാക്കത്തെ ടയറിൽ കാറ്റില്ലാണ്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മളെ വണ്ടി നീങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് കൺഫേമായി ബാക്കത്തെ ടയർ പണിയൊന്നും. അപ്പോഴത്തേക്ക് പണിയെന്ന് വെച്ചാൽ 1.5 പണിയായി പോയി. ടയർ എന്തായാലും മാറും. അങ്ങനെ നമ്മൾ തിരിച്ച് കാർത്തിക് PG ഫൈനലി നമ്മളെ വ്ളോഗിൽ വന്നിട്ടുണ്ട്. അതെ, അപ്പം പ്രണവും സുജുവും. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ ബൈക്ക് പഞ്ചർ അടക്കാൻ പറ്റിയ ഷോപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അർച്ചന തിയേറ്ററിലാണ്. എന്താ കാർത്തിക് ഇങ്ങനെ ബൈക്കൊക്കെ പഞ്ചർ വിട് ഇതിനി എന്തൊക്കെ ആവാ പ്രാക്കണ്ട ദൈവമേ. ഞാൻ പോകുമ്പോൾ വരെ ഈ വണ്ടിക്ക് ഒറ്റ പ്രശ്നമില്ലു. നമ്മൾ കാർത്തിക്കിൻ്റെ വണ്ടിയിൽ പോവുകയാണ്, ഡ്രൈവർ കാർത്തിക്കിനോടൊപ്പം. നമ്മളെ ടയർ ഊരി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടയറിന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ നമ്മളെ കാർത്തിക് PG ഇവിടെ എത്തിയിട്ടുണ്ട്. കാർത്തിക്കിന് 2 വാക്ക്. നമ്മളെ ടയർ സ്പെഷ്യലിസ്റ്റ്, ടയറിന് എന്ത് പറ്റി ഇനി ശാസ്ത്രത്തിന് അയക്കണം. ടയർ പരിശോധനയ്ക്ക് അയക്കേണ്ടിയുണ്ട്.
ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ടയർ പോയി കഴിച്ചു. നമ്മൾ എന്തായാലും മൊട്ടയായിട്ടില്ല, ഫുള്ള് കയറി. നമ്മളെ പ്രണവും സുജയും അപ്പുറം ഉണ്ട്, അവിടെ നിൽക്കുന്നു. ഒരു ടയർ മാറ്റാൻ 5 ആള്, നമുക്ക് തന്നെ മാറ്റിയാൽ 5ആക്കും. പ്രണവിട നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാ പ്രശ്നം? ആ ടയർ ആ ടിപ്പറിന്റെ നല്ല മതി. ഈ അവസ്ഥയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത്? വിശക്കുന്നുണ്ട്. വിശക്കുന്നയാ, ടയർ മാറ്റുമ്പോ വിശക്കുന്നുണ്ട് പറയുന്നു. എപ്പോഴും ഈ നിമിഷത്തിൽ നമുക്ക് സിനിമയിലെ 2 മിനിറ്റ് മിസ്സായി, അതുകൊണ്ട് ചെറിയ വിഷമം. 2 മിനിറ്റ് മിസ്സായി കാത്തു നിന്നിട്ട്. സിനിമ കുറച്ച് നേരത്തെ തുടങ്ങിപ്പോയി. സിനിമ നല്ല സിനിമ തന്നെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാർത്തികിന് സിനിമ എങ്ങനാ? സിനിമ നല്ല സിനിമ. നമ്മള് കല്യാണം നമുക്ക് അവിടെ പോവാ. ഫുഡ് കഴിക്കാൻ മുട്ടിയ കുറച്ച് ടീംസ് ഉണ്ട് ഇടാ. ഫുഡ് കഴിക്കാൻ മുട്ടിയ കുറച്ച് ടീംസ് ഉണ്ട്. ഈ ടയർ മാറ്റാണ്ട് ഫുഡ് കഴിക്കാൻ പോകാൻ നിൽക്കുന്നതാണ് അല്ലേ? 2 മിനിറ്റ് വേസ്റ്റ് ആയി അവൻ്റെ. നമ്മൾ ഇതാക്കട്ടെ, ആക്കിയിട്ട് വേണം. ഒറ്റ ഒരാളെ ശ്രദ്ധക്കുറവാണ് ഇതായത് അല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ മാറ്റി. ടയർ ഊരിയത്രേ. വിശന്നതിന്റെ തിരക്കാണ് ഗൈസ്. വെച്ചു. അല്ല ഇപ്പം ഊരുന്നത്രേ. ആ ടിപ്പറിന്റെ പണിയില്ലടാ. എടുക്കട്ടെ കാർത്തിക്, തിരക്കാക്കെല്ലാം. വിശപ്പും ടീമുണ്ട് ഇടാ 3. തിന്നാ പോവാം. നമുക്ക് ഇവിടുന്ന് ഇനി ഒരു സ്ഥലത്തേക്കും കൂടെ പോകാനുണ്ടല്ലേ? അല്ലേ? അങ്ങനെ നമ്മൾ ടയർ എടുത്ത് അല്ലേ? ഇനി ഇതെടുത്ത് കൊണ്ട് ഫിറ്റാക്കണം. എല്ലാവരും വന്നിട്ടുണ്ട്. അവിടെ ടയറിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ടയർ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളിനി ഇതിവിടെ വെച്ചിട്ട് നേരെ കൊണ്ടുപോകും. അപ്പോൾ ഇവരെന്താണ് വന്നിട്ടുണ്ട് നേരെ പോണേന്. കാരണം വെച്ചാൽ ലേറ്റായി, ഒന്ന് നമുക്ക് വേറെ സ്ഥലം കൂടെ പോകാനുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ടയർ ശരിയായിട്ടുണ്ട്. ഈ നിമിഷത്തിൽ എന്താണ് പറയുന്നത്? ഈ നിമിഷത്തിൽ ഒന്നും പറയാനില്ല. അതന്നെ, ത്രികോണ മധ്യേ. അനന്തുവിൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് പോകാൻ നിന്നതാണ്. കല്യാണം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ചോറെടുത്ത് വെക്കാൻ അവനോട് പറഞ്ഞിരുന്നു. ആ ചോറിൻ്റെ ആൾക്കാരും എല്ലാം പോയി. അവൻ അടുക്കളയിൽ പോയി നോക്കിയല്ലോ. അപ്പോഴത്തേക്ക് എല്ലാം സാധനം എടുത്തിട്ട് പോലായിരുന്നു. 350. സോ എന്തായാലും നമുക്ക് ഇവിടുന്ന് വിടാം. ഓക്കെ, നമ്മളെ മംഗല ബിരിയാണി പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ സൗദി ഷവയിൽ വന്നു. കാർത്തിക് എന്നാ പറയാനില്ല? മംഗല ബിരിയാണി ഫ്രീ ആയിട്ടുള്ള ചോറ് പോയി. സൗദി ഷവയിൽ മന്തി അടിക്കാൻ വന്നിട്ടുള്ളത്. എന്നാ ഓർഡർ ചെയ്യുന്നത്? സ്പെഷ്യൽ എന്തെങ്കിലും? കാർത്തിക്കിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് നമ്മൾ സൗദി ഷവായിൽ എത്തിയിരിക്കുന്നത്. കാർത്തിക്കാണ് നമ്മുടെ നിർദ്ദേശകൻ. കാർത്തിക് 3 കിലോ റൈസാണ് ഇപ്പോൾ താത്തിയത്. 3 കിലോ നമുക്ക് നോക്കാം. അതെ, ആര് ജയിക്കും? ഇത് ചെസ്റ്റ് പീസ് കിട്ടിയിട്ട് അഹങ്കാരം. എങ്ങനെയോ ചെസ്റ്റ് പീസ് പൊത്തിപ്പിടിച്ച് എടുത്തു. കാർത്തിക് വണ്ടി വർക്കേറ്റ് വന്നിന് സമയം ലൈം സോഡ ആസ്വദിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തിക് PG തെക്കേ വീട്ടിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ലുക്കുണ്ടോ കാർത്തിക്? ഈരി കാണുന്നില്ല ഈരി. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പോകാനാവും. പ്രണവ് വീട് അടുത്തായോണ്ട് ലൈം സോഡ പറഞ്ഞില്ല അല്ലേ? കാർത്തിക് ബില്ല് പേ ചെയ്യുന്നുണ്ട്. കാർത്തിക് സന്മൻസോ ഉള്ളവനാണ് എനിക്ക് പറയുന്നത്. സ്പ്ലിറ്റ് ഇടാൻ പോലെ എന്നാടാ കാർത്തിക്? സൗഹൃദ ബന്ധത്തിന് അപ്പുറമാണ് സ്പ്ലിറ്റ്. സൗഹൃദ ബന്ധത്തിന് അപ്പുറമാണോ സ്പ്ലിറ്റ്? ഗൈസ്, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. അപ്പം ബദ്ലഹേം കുടുംബ യൂണിറ്റ് ആ മൂവീൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ നമ്മൾ മൂവിക്ക് കയറുന്നതിന് മുമ്പേ വർക്ക്ഷോപ്പിലായിരുന്നു. വർക്ക്ഷോപ്പിലല്ല, ടയർ പഞ്ചറായി ഓട്ടോ ഓടിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു.
അത് കഴിഞ്ഞ് എങ്ങനെയല്ലോ 10:30 അതായത് 10:15 മൂവി തുടങ്ങുക. അപ്പം അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയല്ലോ 10:30 10:40 ആകുമ്പോൾ നമ്മൾ തിയേറ്ററിലെത്തി. എന്നിട്ട് മൂവിക്ക് കയറിയിരുന്ന സമയം എങ്ങനെ പോയിന്നറിയില്ല. അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഗായ്സ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് ഈ ഓണത്തിന് എന്തായാലും തൂക്കും, ഉറപ്പാണ്. അത്രക്കും അടിപൊളി സിനിമ. ഭയങ്കര സന്തോഷം ഒരു സിനിമ കണ്ട് ഇറങ്ങിയിട്ട്, ഭയങ്കര ഹാപ്പി. കാരണം അത്രയ്ക്ക് നല്ല വൃത്തിയിൽ ആ പടം എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല കഥയും നല്ല കഥാപാത്രങ്ങളും. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് മൂവി ഭയങ്കര ഇഷ്ടമാണ്. അതായത് നാടൻ, അതായത് നമ്മൾ നാട്ടിൻ പുറത്തെ കാഴ്ചകൾ കാണിക്കുന്ന മൂവി, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ഫ്രണ്ട്സുകളുള്ള മൂവി, അതുപോലെ തന്നെ നമ്മളെ കുടുംബവും എല്ലാം ചേരുന്നൊരു നല്ലൊരു മൂവി. ആസ്വദിച്ച് കണ്ടു. കുറേ കോമഡിയും കാര്യങ്ങളിലുണ്ട്. നിങ്ങളും കാണാൻ നോക്കുക ഓണത്തിന് മുമ്പായിട്ട്. ഓക്കെ, ഓണത്തിന് നമുക്ക് തന്നൊരു അടിപൊളി സിനിമ തന്നെ ഞാൻ പറയും. പണ്ടത്തെ ആ നിവിൻ പോളിൻ്റെ എനർജിയും കാര്യങ്ങളും എല്ലാം തിരിച്ചു വന്ന പോലെ ഉണ്ട്. നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് അഭിനയിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അധികം സിനിമേനെക്കുറിച്ച് ഞാൻ പറയാറില്ല, എനിക്ക് പറയാനും അറിയുകയും ചെയ്യില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് മസ്റ്റ് വാച്ച് മൂവി ഗൈസ്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് കാണുക. ഫ്രണ്ട്സായിട്ട് പോവുക, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോവുക. ഒറ്റയ്ക്കുള്ളവരാണ് ഒറ്റയ്ക്ക് പോവുക. ഓക്കെ, എന്തായാലും നിങ്ങൾ സിനിമ കാണണം. അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. അപ്പം കുറേ കോമഡി രംഗങ്ങളും നമ്മുടെ പുതുതലമുറയിൽ നടക്കുന്ന പല കാര്യങ്ങളും സിനിമയിലുണ്ട്. നീമ്പോഴി ഒരു റീലിൽ പറഞ്ഞായിരുന്നു, നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ നിർത്തി പോകാണ്ടിരുന്നാൽ മതി, ക്വിറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. എല്ലാവർക്കും ഒരു വെള്ളിയാഴ്ച വരുമെന്ന് നമ്മുടെ നിവിൻ പോളി പറഞ്ഞത് ഒടുവിൽ അങ്ങനെ തന്നെ ആയിരിക്കുകയാണ് ഗൈസ്. പടം എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണുന്നത് മിസ് ചെയ്യരുത്. നിങ്ങൾ OTT ഇറങ്ങാൻ വെയിറ്റ് ചെയ്യരുത്. കാരണം ഇത്രയും നല്ല പടം, അതും നിവിൻ പോളിയുടെ, നമുക്കിങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് പുള്ളിക്കാരനെ. ഒരു നാടൻ അടിപൊളി പടം. ഇതിനിടയ്ക്ക് നമ്മുടെ അനന്തുവിൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് നേരെ പോയത് വെച്ചാൽ നമ്മളെ ബൈക്ക് എടുത്തിട്ട് നേരെ ടയർ ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് ടയർ മാറ്റി. അബദ്ധവശാൽ ചേട്ടൻ ഇട്ട് തന്നത് സൈസ്, അതായത് 130 നമ്മളെ ബൈക്കിൻ്റെ ബാക്ക് ടയർ സൈസ്. അപ്പോൾ ചേട്ടൻ ഇട്ടത് 140. സോ അതെന്തായാലും പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ നമ്മൾ വേറെ ടയർ നോക്കാൻ വേണ്ടിയിട്ട് പയ്യന്നൂർ വീണ്ടും പോയി. എന്നിട്ട് വീണ്ടും 130 സൈസ്, ആ ബാക്ക് ടയറിൻ്റെ സൈസ് 330. അപ്പം ആ സൈസ് ടയർ എടുത്തിട്ട് വന്നു, പിന്നെയും ഫിക്സ് ചെയ്തു. എന്നിട്ടും ചെറിയ ചെറിയ ചെയിൻ ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ വീട്ടിലെത്തി. എന്തായാലും ഇനി ആ വണ്ടി വർക്ക്ഷോപ്പിൽ വെക്കേണ്ടി വരും. എല്ലാം ശരിയാക്കിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് 3 മണി കഴിഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി എന്തായാലും അവിടെ പോയാൽ ഫുഡ് ഉണ്ടാവില്ല. അതായത് നമ്മൾ കല്യാണം കാണാനും ഫുഡ് കഴിക്കാനുമാണല്ലോ പോകുന്നത്. എന്തായാലും അവിടെ പോയാൽ ഫുഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് വെച്ചാൽ സൗദി ഷവായി പോയി ഫുഡും കഴിച്ച് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് അറിയാലോ, നാളെ കാണാം.